ഹലോ. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ നഴ്സറി വിട്ടിട്ട് വരാറായി കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്നു. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മടക്കി വെച്ചു. അങ്ങനെ അതൊക്കെ ഷെൽഫിലേക്ക് എടുത്തിട്ട് വെച്ചു. പിന്നെ അവൻ വരുമ്പോഴേക്കും ചായയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് പോയി കേട്ടോ. അങ്ങനെ ചായ വെക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ടി വി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ടി വി കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് ടി വി ഓൺ ചെയ്തു. ടി വി ഒക്കെ വെച്ചു. കുറച്ച് നേരമായിട്ടേ കണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ടി വി ഓഫാക്കിയിട്ട് ഞാൻ ഉണ്ണിക്കുട്ടൻ വരാറായോ എന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതായിരുന്നു. അപ്പോൾ വരുമല്ലോ, അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ ഈ ക്ലൈമറ്റ് കണ്ടിട്ട് മഞ്ഞാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. അത് അപ്പുറത്തെ ആ പറമ്പിൽ ആരും എന്തോ തീയിട്ടതാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉണ്ണിക്കുട്ടനും അവൻ്റെ അച്ഛനും കൂടിയിട്ട് വരുന്നത്. പിന്നെ അവൻ്റെ നഴ്സറിയിലത്തെ വിശേഷങ്ങൾ പറച്ചിലും പിന്നെ അതേപോലെ ഓരോ കാര്യങ്ങൾ പറയലും അവിടെ അതുണ്ടായി ഇങ്ങനെ ഉണ്ടായി. പിന്നെ കുറച്ച് സ്നേഹിക്കലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. എന്നും ഇങ്ങനെ തന്നെയാണ്. നഴ്സറി വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവൻ്റെ ഭാഗം ഇങ്ങനെ കുറച്ച് നേരം ഉണ്ടായിരിക്കും. ഭയങ്കര സങ്കടത്തിലാണ് ആൾ വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവന് ചായയും പലഹാരമൊക്കെ എടുത്ത് കൊടുത്തു. പക്ഷെ അവൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയായിരുന്നു. അങ്ങനെ ഫ്രിഡ്ജിൽ ഒരു ഐസ്ക്രീം ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഐസ്ക്രീം എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവന് ഫ്രിഡ്ജിൽ ഡയറി മിൽക്ക് ഉണ്ട്, അത് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതായി വാശി. അപ്പം ഞാനൊരു കുഞ്ഞ് പൊട്ടേറ്റോ കൊടുത്തുള്ളൂ. അങ്ങനെ അത് കൊടുത്തു. പിന്നെ കുറച്ച് നേരം അതും പിടിച്ചിട്ട് അവൻ കളിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ്. ഊഞ്ഞാലൊക്കെ ആടാന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വേണമെന്ന് ചോദിച്ചിട്ട് എൻ്റെ വായിൽ വെച്ചിരാൻ വേണ്ടിയിട്ട് വരിക കേട്ടോ ചോക്ലേറ്റ്. അപ്പം ഞാൻ മതി, നീ പോയിരുന്നു ഊഞ്ഞാലാടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു ചോദിച്ചു അവനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വെച്ചെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.